ഒറ്റ മുറി വീട്ടിൽ 50 വോട്ടർമാർ, ബിയർ പാർലർ വിലാസത്തിൽ 68 വോട്ടർമാർ, 70 വയസ്സുള്ള കന്നി വോട്ടർ, 4 ബൂത്തിലും 3 സംസ്ഥാനത്തും വരെ വോട്ടുള്ളവർ. രാഹുൽ ഗാന്ധി ഇന്ന് രാജ്യത്തിന് മുന്നിൽ തെളിവ് രേഖകളോടെ തുറന്നുവച്ച വ്യാജ വോട്ടുകളുടെ പെരുക്കക്കണക്കിലെ വിചിത്രമായ ചില വിവരങ്ങൾ മാത്രമാണിത്. ഇവിധമെല്ലാം ലക്ഷക്കണക്കിന് ആവർത്തനങ്ങളുണ്ട് ഇന്ത്യ മഹാരാജ്യത്തിന്റെ വോട്ടർ പട്ടികയിലെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. വെളിപ്പെടുത്തലിൻ്റെ ആധികാരികത എത്രത്തോളമാണ് എന്ന് ഈ നിമിഷം RDXന് അറിയില്ല. പക്ഷേ വോട്ട് മോഷണത്തിൻ്റെയും അട്ടിമറിയുടെയും ഒരു ബൃഹത് ചിത്രമാണ് ഒറ്റ നോട്ടത്തിൽ വെളിപ്പെടുന്നത്. രാജ്യത്തെ ദേശീയ മാധ്യമങ്ങളെല്ലാം അങ്ങേയറ്റം ആഘാതശേഷിയുള്ള ഈ വെളിപ്പെടുത്തലിനെ പാടെ അവഗണിച്ചു. ഇക്കാലത്ത് അതിൽ അത്ഭുതമൊന്നുമില്ല. പക്ഷേ നമ്മളെയെല്ലാം ഞെട്ടിപ്പിച്ച ഈ ആരോപണങ്ങൾ ജനാധിപത്യപരവും നിയമപരവും ഭരണഘടനാ ധാർമ്മികവുമായ സ്ക്രൂട്ടനിക്ക് വിധേയമാക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന് RDX ഉറച്ചു വിശ്വസിക്കുന്നു. അവഗണിച്ചില്ലാതാക്കാൻ സർക്കാർ ശ്രമമുണ്ടായാൽ അതിനെ പ്രതിരോധിക്കാനുള്ള പ്രതിപക്ഷ പ്രവർത്തനം നടത്തേണ്ടത് കോൺഗ്രസ് പാർട്ടിയുടെയും പ്രതിപക്ഷത്തിൻ്റെയും ഒന്നാകെ കടമയാണെന്നും RDX കരുതുന്നു.